വെറും 100 രൂപ. ഓടി വരും ചാടി വരും. വെറും 150 രൂപ. ഹാൻഡ് വർക്കിന്റെ കുർത്തീസിന് 250 രൂപയുള്ളൂന്ന്. GM ബ്രാൻഡിന്റെ ലെഗിൻസ് ഇവിടെ നിന്നാണ് പല ഷോപ്പുകളിലേക്ക് പോണത്. കുർത്തീസ് വെറും 75 രൂപ. ഇത് വെട്ടിക്കിന്റെ ആണ്. വെറും 300 രൂപ. അതും 2 പീസ് 265 ഇങ്ങനത്തെ നോർമൽ. ഇതാണ് സിമ്രാൻ 125. പാർട്ടി വരണൊക്കെ ഇട്ടിട്ട് പോവും ചെയ്യാം. 265. ഓൺലി 125 നൈറ്റീസ്. വെറും 250 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇട്ടിരിക്കണത്. പാന്റും ടോപ്പും 10XL വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ഒരു ആവശ്യപ്രകാരമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സെക്ഷൻ വെച്ചിരിക്കണത്. ഒരു ഒറ്റ കേരളത്തിലെ ഡീലർ ഇവര് മാത്രമാണ് GM ബ്രാൻഡിന്റെ. ഇത് ഗുജറി പാറ്റേൺ ഒക്കെ 250 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ബണ്ടലൊക്കെ ഇവിടേക്കുള്ളതാണ് കേട്ടോ. പുതിയ കളക്ഷൻസ്, പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് GM ബ്രാൻഡിന്റെ ലെഗിൻസിന്റെ കേരളത്തിലെ ഒരൊറ്റ ഡീലറുടെ ഷോപ്പിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് മൊത്തം അവിടേക്ക് കയറ്റി കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ലൊക്കേഷൻ പറയണ്ടേ? നല്ല തിരക്കായി. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളത്ത് TD റോഡിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. TD റോഡ്, പിന്നെ കുറച്ചുകൂടി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ നമ്മുടെ സെന്റ് തെരേസ് കോളേജ് ആ ഭാഗമൊക്കെ. ഈ ലെഫ്റ്റ് സൈഡില്ലേ, ഈ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് MG റോഡ് വഴിക്കൂടെ ഇങ്ങോട്ട് കയറാം കേട്ടോ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ലെഗിൻസ്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ലെഗിൻസിൻ്റെ മാത്രം കിട്ടുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം ഇവർ പുതിയതായിട്ട് കുർത്തീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തീസിൻ്റെ കളക്ഷൻസും അതുപോലെ വെറൈറ്റീസൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. എവിടേക്ക്? പലക് ഡിസൈൻസ്. യെസ്, എറണാകുളത്ത് പലക് ഡിസൈൻസ് GM ബ്രാൻഡിൻ്റെ ലെഗിൻസിൻ്റെ ആകെ ഒരു ഒറ്റ ഡീലർ കേരളത്തിൽ ഇവർ മാത്രമാണ് കേട്ടോ. അപ്പം നോക്കിയാലോ നമുക്ക്. ലെഗിൻസിന്റെ ഡീലർ ഇവിടെ മാത്രമാണ്. കുറെ പേർക്ക് അറിയില്ലാത്തതായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹായ് ഗോപി, സുഖാണോ? എങ്ങനെയുണ്ടോ നമ്മുടെ GM ബ്രാൻഡിന്റെ? നല്ല അടിപൊളിയായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. ഈ GM ഇനി പുതിയതായിട്ട് കേൾക്കണവർക്ക് വേണ്ടി പറയാണ്, കേരളത്തിലെ ആകെ ഒരേ ഒരു ഡീലർ നമ്മുടെ ലെഗിൻസ് ബ്രാൻഡിന്റെ GM ബ്രാൻഡ് GM ബ്രാൻഡിന്റെ ലെഗിൻസ് ഇവിടെ നിന്നാണ് പല ഷോപ്പുകളിലേക്ക് പോണത്. അതും എത്ര കളേഴ്സ് ഉണ്ട്? 87 കളേഴ്സ് ലെഗിൻസിന് മാത്രം. ലെഗിൻസ് മാത്രമല്ല, ആംഗിൾ കട്ടും ഉണ്ട്. ആംഗിൾ കട്ട് ഉണ്ട്, സ്ട്രേറ്റ് ഫിറ്റ് ഉണ്ട്, പിന്നെ എന്നിട്ട് സിഗാർ പാന്റ്, ബാൻഡും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം, വഴിയെ കാണാം. അതല്ല ചേച്ചി, ഇപ്പൊ പ്രധാനമായിട്ട് നമുക്കുള്ളത് നമുക്കിപ്പോ കുർത്തീസും തുടങ്ങിയിട്ടുണ്ട്. ലെഗിൻസും നൈറ്റി ഒഴിച്ചിട്ട് ഇപ്പൊ അത് മാത്രം കസ്റ്റമറിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമുക്ക് ലെഗിൻസ് മാത്രം പോരാന്ന്. അങ്ങനെ ആക്ച്വലി ഈ ഒരു പല്ലക് ഡിസൈൻ എന്ന് പറയുന്നത് ഇവർക്ക് ലെഗിൻസും മെയിൻ ആയിട്ട് ബോട്ടം വെയറിയും അതുപോലെ തന്നെ നൈറ്റീസ് ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ കുർത്തീസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല. എന്നാ ഇപ്പൊ നോക്ക്, കുർത്തീസ് ഇപ്പൊ നമ്മുടെ തുടങ്ങിയ ഡീൽ. അപ്പൊ കുർത്തീസിന്റെ സെക്ഷൻ ഏത് ഭാഗത്താ വരുന്നത്? അങ്ങോട്ട് പോവാം ചേച്ചി. ഇവിടെ നല്ല രീതിയിലാണുള്ളൂ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ ഉണ്ട് കുർത്തീസിന്റെ നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഈ നീലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ സെക്ഷൻ ആയിരുന്നു. അപ്പൊ കസ്റ്റമറിന്റെ പ്രേരണ പ്രകാരം നമ്മൾ കുർത്തീസ് കൂടി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ ഒരു ആവശ്യപ്രകാരമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സെക്ഷൻ വെച്ചിരിക്കണത്. അപ്പൊ ഇത് ഫുൾ കുർത്തീസിന്റെ സെക്ഷൻ ആണ്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുർത്തീസിന്റെ സെക്ഷനിൽ ആരാ നമുക്ക് കാണിക്കാനുള്ളത്? ഉണ്ടല്ലോ നമ്മുടെ മെയിൻ ആള് കുർത്തീസിൽ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇങ്ങനെ കണ്ടില്ലല്ലോ. ഞാൻ മൈക്കൊന്നും എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എവിടേക്ക് പോയി? കറങ്ങാൻ പോയാ? ഓക്കെ. അപ്പൊ കുർത്തീസിന്റെ സെക്ഷനിൽ നിങ്ങളാണോ ഡീലർ? എന്റെ പേര് ആശ മാഡം. നമുക്ക് അടിപൊളിയായിട്ട് കുർത്തീസ് കാണിച്ചു തരുമോ? എന്തൊക്കെ വെറൈറ്റീസ് നിങ്ങളുടെ കയ്യിലുണ്ട്? എങ്ങനെയാണ് ഒക്കെ ഡീൽ? പിന്നെ ഞാൻ ഇട്ടിരിക്കണതും ഇവിടത്തെ തന്നെയാണ്. അതിനെ കുറിച്ച് പിന്നെ പറയാം. എന്തായാലും വായോന്ന് പറഞ്ഞിട്ട്. ഇവിടെ 75 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുർത്തീസ്. വെറും 75 രൂപ. 75 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുർത്തീസിന്. സാധാരണ എന്താ പറയാ, ഭയങ്കര ഒരു ഹരാട്ട കേൾക്കുമ്പോ, അതും നമ്മളിപ്പോ പുറത്തൊന്നല്ല നിൽക്കണം, നമ്മുടെ കേരളത്തിൽ തന്നെ 75 രൂപ തൊട്ട് നമുക്ക് കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാ അടിപൊളി. ഇതൊക്കെ 250 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹാൻഡ് വർക്കിന്റെ ഒക്കെ ഓക്കെ. അപ്പൊ ഹാൻഡ് വർക്ക് വരുമ്പോ 250 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ കുർത്തീസ് നോർമൽ ആണെങ്കിൽ 75 തൊട്ട്. അപ്പൊ ഹാൻഡ് വർക്കിന്റെ കുർത്തീസിനെ 250 250 250 ഞാൻ തെറ്റി. അപ്പൊ ഹാൻഡ് വർക്കിന്റെ കുർത്തീസിന് 250 രൂപയുള്ളൂന്ന്.
250 രൂപ തൊട്ടിട്ട് അതിന്റെ വർക്കിന് വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് 5 രൂപ 10 രൂപ അങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കും. അപ്പൊ റേറ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ വിലക്ക് കിട്ടും, നാളെ ഇത് ഈ വിലക്ക് കിട്ടില്ല. അതെ, നാളെ വിലക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അപ്പം മാറും. ഇവിടുത്തെ സെയിൽസ് എല്ലാവരും മേടിച്ചോണ്ട് ഇഷ്ടം പോലെ കസ്റ്റമർ ഉണ്ട്. മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ സാധനം പിന്നെ പുതിയ സാധനം കാണാൻ പറ്റുള്ളൂ. ഇതൊന്നും പിന്നെ കാണാൻ പറ്റില്ല, കാരണം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ടും കാര്യമില്ല. ഇനി വിചിത്ര സിൽക്ക് ഇതിപ്പോ ആൾക്കാർ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ തന്നെ വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും തയ്ച്ചു തരും, ചെയ്തു തരും. താഴെ തന്നെ സ്റ്റിച്ചിങ്ങും എല്ലാം ഉണ്ട്, ഓക്കെ, യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോ സാധാരണ ചില ഡിസൈൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടപ്പെടും, സാധനം ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം നമുക്ക് അത് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ വരുന്നത് 265 ഇങ്ങനത്തെ നോർമൽ ഉണ്ട്, അംബ്രല കട്ടിങ്ങും ഉണ്ട്. ഇത് കാണുന്നതൊന്നും പ്രിന്റ് അല്ല കേട്ടോ. ഈ കാണുന്നത് മൊത്തം വീവിംഗിൽ വരുന്നതാണ്. അത് കോൺട്രാസ്റ്റിന്റെ ഒരു ഡബിൾ ടോൺ ആണ് വരുന്നത്. ഉള്ളിൽ ഇങ്ങനെ വർക്കൊക്കെ ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം എപ്പോഴും ഇങ്ങനെ സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കല്ലേ. 265 തൊട്ട് പ്യുർ കോട്ടണിൽ 265 രൂപ തൊട്ട്. ഓഹോ, വിത്ത് ലൈനിങ് എടുക്കാം. വിത്ത് ലൈനിങ് കൈയുണ്ട് 3/4 സ്ലീവ് ആണ്. കൈ വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ അല്ലേ. പിന്നെ എടുക്കുമ്പോ നമുക്ക് എത്ര എടുക്കണം, എങ്ങനെയാ എടുക്കേണ്ടത്, കാര്യങ്ങളൊക്കെ സാധാരണ ഇപ്പൊ ഇവിടെ ഒരു പീസായിട്ട് കിട്ടില്ലല്ലോ. അപ്പൊ എങ്ങനെയാ എടുക്കേണ്ടത്? ബണ്ടിൽ പഞ്ച് എടുക്കണം, 4 പീസായിട്ട്. അതെങ്ങനെയാ? ഇത് ഇങ്ങനെയാണ്. അതൊന്ന് പറയണ്ടേ? മീഡിയം 2XL. അപ്പൊ പ്ലസ് സൈസ് ആയിരിക്കും. എന്നിട്ട് അതിന്റെ വലിയ 5XL വരെ ഉണ്ട്. അതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും. 10XL വരെ ഉറപ്പ്. 10XL വരെ വേണമെന്ന് വെച്ചാൽ അതും ചെയ്തു തരും. പ്ലസ് ഇഷ്ടമാണ്. അതെ, കസ്റ്റമർ ഇഷ്ടം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അതാണ്. അപ്പൊ മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ സാധാരണ യൂഷ്വലി ഉള്ളത്. പ്ലസ് സൈസ് വരുമ്പോ നമുക്ക് 3XL, 4XL, 5XL, 10XL വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതാണ്. തയ്ച്ചു കൊടുക്കണം. ഇനി എത്ര വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. പിന്നെ ജോർജറ്റിൽ പഫ് സ്ലീവിന്റെ 250 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ള് ലൈനിങ് ആണ്. ഇത് നല്ല തുണിയല്ലേ ജോർജറ്റിലും? അങ്ങനെ ലോക്കൽ അല്ല, നല്ല തുണിയാണ് ജോർജറ്റിന്റെ വരുന്നത് കേട്ടോ. ഇതിന്റെ പ്രിന്റ്സ് കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. ഞാനിപ്പോ കാണിക്കുന്നത് ഒന്നും ചിലപ്പോ നാളെ വന്നു കിട്ടാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അതെ, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അതാണ്. ഇതൊക്കെ എന്താ? സ്റ്റോൺ വർക്കിന്റെ ആണ്. 250 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ വർക്കിൽ കേട്ടോ. ഇതിന്റെ എല്ലാം കളേഴ്സ് വരുന്നുണ്ട്. 9 കളർ വരും. 9 കളർ. ഓക്കെ, അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ മൊത്തം. ഇത് ജോർജറ്റിന്റെ നേരത്തെ നമ്മളൊരു പ്രിന്റ് കണ്ടില്ലേ, ആ ഒരു പ്രിന്റിന്റെ ഡിഫറെന്റ് കളർ ചേഞ്ചിൽ വരുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്നത് മൊത്തം ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് ഉണ്ട്, എംബ്രോയിഡറി വർക്ക്സ് ഉണ്ട്. അപ്പൊ ഇതിലത്തെ ഒരു സംഭവമാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത്. എന്തായാലും പല വർക്കും ഉണ്ട്. ഒക്കെ 250 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹാൻഡ് വർക്ക് കുർത്തീസ് കണ്ടാ. അപ്പൊ ഇതില് ഫ്ലീറ്റഡ് ഉണ്ട്, അതുപോലെ ലൈനിങ് ഉണ്ട്. ജോർജറ്റിന്റെ മറ്റേ എ ലൈനാണോ സ്ട്രൈറ്റ് ലൈൻ ആണോ, ഏത് ഫിറ്റിലാണ് നമുക്ക് കിട്ടാം? ഏത് ഇത് വേണമെങ്കിലും കിട്ടും. കസ്റ്റമർ എന്ത് ആവശ്യപ്പെടുന്നോ അതിൽ പോലെ കിട്ടും കേട്ടോ. അപ്പൊ കുർത്തീസും സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺ പ്രൊഡക്ഷൻ തന്നെ. ഈ കുർത്തീസിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ ഒന്ന് നോക്കി. പല ഹാൻഡ് വർക്ക്സ് ആണ് ഇരിക്കുന്നത്. പ്ലാസ്റ്റിക്കിലായതുകൊണ്ട് തന്നെ എങ്ങനെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഉണ്ട്. പിന്നെ ഇത് ജോർജറ്റില് പാച്ച് വർക്ക് എ ലൈൻ ആട്ടോ അത്. ഓക്കെ, പിന്നെ ഇതും നന്നായിട്ടുണ്ട് ഫ്ലീറ്റ് വർക്കില്. 265 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഹാൻഡ് വർക്ക് വരുമ്പോ 265. അപ്പൊ എംബ്രോയിഡറിയുടെ വരുമ്പോഴാ എംബ്രോയിഡറി അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 250 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് കുർത്തീസ് ഇരിക്കുന്നുണ്ട്, അതൊന്നും എടുത്താൽ നമ്മളെ ആ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട്. നല്ല രസമുണ്ട് ആ വർക്ക് കാണാൻ. ഇങ്ങനെ ഇട്ടോ പടപട ഇട്ടോ പിടിച്ചോ. എനിക്ക് ഈ വർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വർക്കിനേക്കാളും ഈ വർക്കും ഒക്കെ നല്ല 250 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടാ. അപ്പൊ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ, നിങ്ങൾ ഇപ്പൊ കാണും വീഡിയോ. അപ്പൊ നമ്മൾ കടയിലേക്ക് വരാനായിട്ട് എവിടേക്ക് വരണ്ടേ? ശരിക്കുള്ള ലൊക്കേഷൻ നമ്മുടെ എറണാകുളത്ത് റോഡ്. ഒക്കെ ടി കേൾക്കണ്ടേ? ടി റോഡ് നമ്മുടെ എറണാകുളമാണ്. MG വഴിക്കാണെങ്കിൽ MG റോഡ് വഴിക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് വരാനായിട്ട്. അല്ലാത്തവർക്കാണെങ്കിൽ എറണാകുളം മാർക്കറ്റിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്, ടെക്സ്റ്റൈൽ മാർക്കറ്റില്. മേനക ബസ് സ്റ്റോപ്പാണ് കുറച്ചുകൂടി കൂടുതൽ എല്ലാവർക്കും അറിയാം. ഒന്നില്ലെങ്കിൽ അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പതുക്കെ തന്നെ നടന്നാൽ മതി. അല്ലെങ്കിൽ MG റോഡ് വഴിക്കായാലും നിങ്ങൾക്ക് ഓട്ടോ വഴിക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ TD റോഡിൽ നിന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കണം. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഷോപ്പിന്റെ പേര് പല്ലക് ഡിസൈനർ. പല്ലക് ഡിസൈനർ. ഇത് നോക്ക്, അടിപൊളി ഒരു വേറെ വർക്ക്. അതും ഫ്ലീറ്റ് വേണോ, അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ ഡ്രോ സ്ട്രിങ് ഉണ്ട്, ഷേപ്പ് അനുസരിച്ചിട്ട് നിൽക്കും. ഈ കുട്ടി ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ തന്നെയല്ലേ? എനിക്ക് തോന്നി വെറും 250 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇട്ടിരിക്കുന്നത്. പാന്റും ടോപ്പും 2 പീസാ.
അത് അടിപൊളിയല്ല. ഇന്ന് വന്നാ ഇന്ന് കിട്ടും, നാളെ കിട്ടും ഉറപ്പില്ല. അതെ, നമുക്ക് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലോ. ഇത് കണ്ടോ വർക്ക്, അതുപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും. അപ്പൊ വർക്കുകൾ ഇങ്ങോട്ട് താത്താ നോക്കട്ടെ. ഇത് നല്ല രസമായിട്ടില്ല. നെക്കിലും വർക്ക് ഉണ്ട്, എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഫ്ലീറ്റും നെക്കും ഒക്കെ കൂടി വന്നപ്പോഴേ. അപ്പൊ നമുക്ക് 75 രൂപ തൊട്ട് നോർമൽ. അതുപോലെ ഹാൻഡ് വർക്ക് വരുമ്പോ 250. പിന്നെ എംബ്രോയിഡറി വരുമ്പോ 265. ഇതിന്റെ കുറെ വർക്കുകളാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. പിന്നെ ഇവർക്ക് മെയിൻ പ്രത്യേകത പറയുമ്പോൾ ഒരു റിഡക്ഷൻ സെയിൽ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഈ റിഡക്ഷൻ സെയിൽ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കടയിൽ നിങ്ങൾ buy 1 get 2 അല്ലെങ്കിൽ buy 1 get 1 അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ റിഡക്ഷൻ വെക്കില്ലേ, അതുപോലത്തെ ഐറ്റംസ് ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഇത് ഞെട്ടിച്ചില്ലേ? ഇത് എനിക്ക് മാത്രം അറിയുള്ളൂ ഈ ഒരു സംഭവം, ഇവർക്ക് പോലും അറിയില്ല. കാരണം ഇതൊരു സീക്രട്ട് ആണ്. അപ്പൊ അങ്ങനത്തെ ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊരു എ ലൈൻ സ്റ്റൈലാണ്. ഇതിന്റെ ഫ്ലീറ്റ് വർക്കാണ് എനിക്ക് ഇഷ്ടം. നല്ല സൂം ചെയ്ത് കാണിച്ചോളൂ. ചെറിയ ഫ്ലീറ്റ് ആണ്. അതെ, അതും 250 തൊട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതില്. അപ്പൊ ചെറിയ ഫ്ലീറ്റും വലിയ ഫ്ലീറ്റും ആയിട്ട് അങ്ങനെ പല വർക്കുകൾ. ഇത് ഫുള്ളും അതാണ് ഇത് കാണുന്നത് മൊത്തം. അതൊക്കെ ഇപ്പൊ നമ്മൾ കുറച്ചാ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിൽ ഒരുപാട് ഡിസൈൻസ്, ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. അതും സ്ട്രേറ്റും അതുപോലെ തന്നെ എ ലൈനാണ് മെയിൻ ആയിട്ടുള്ളത് ഇതില് വരുന്നത്. പിന്നെ എന്റെ ഇട്ട പോലത്തെ എവിടെ ഇരിക്കുന്നത്? അവിടെ ഉണ്ട്, പുറത്തുണ്ട്. അത് പിന്നെ കാണിക്കില്ലേ? ഇത് കാണിച്ചിട്ട് പോവാം. ഇത് കണ്ടോ? ഇത് എംബ്രോയിഡറി ഇല്ലേ? അത്യാവശ്യം നല്ലൊരു പാർട്ടി വരണൊക്കെ ഇട്ടിട്ട് പോവുകയും ചെയ്യാം. 265. കിടക്കട്ടെ. ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് ആട്ടോ. അപ്പൊ ആ റേറ്റിലാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, അധികം റേറ്റ് ഒന്നുമില്ല. 500-ന്റെ ഉള്ളിലൊക്കെ കുർത്തീസ് കിട്ടും. 500-ന് അപ്പുറത്തേക്കില്ല. 500-ന്റെ ഉള്ളിൽ കിടക്കുന്ന നല്ല സൂപ്പർ സാധനം ഉണ്ട്. അത് ഹോൾസെയിൽ റേറ്റ് ആ പറയുന്നത്, സിംഗിൾ പീസ് അല്ല. ഇത് കേട്ടിട്ട് ഇനി ഓടി വരായിരിക്കും. ഓൺലി ഹോൾസെയിൽ. അതെ, ഇത് നോക്കിയാൽ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത്. ഇത് ഫുൾ ഇപ്പൊ ഈ ഇരിക്കണതൊക്കെ അതിന്റെ സ്റ്റോൺ വർക്കാണ്. ഈ കാണുന്നതൊക്കെ സ്റ്റോൺ വർക്ക് ഒക്കെ ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത്. ഫ്രോക്ക് ടൈപ്പിൽ ഒരുപാട് വർക്ക്സ് ഉണ്ട്. ഇപ്പൊ ഇത് ഫുൾ ഇങ്ങനെ സ്റ്റോൺ വർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡൊക്കെ നോക്കിയാൽ ഇതും ഫ്രോക്ക് മോഡലിലാണ് വരുന്നത്. യോക്കിൽ ഇങ്ങനെ വർക്കൊക്കെ ആയിട്ടുള്ളത് ഹാൻഡ് വർക്കിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ കാണിക്കാം വെറും 150 രൂപ. വെറും 150 രൂപ. ചാടി വരും ഒന്നുകൂടി ആ ചേച്ചി പറഞ്ഞപ്പോൾ രസമുള്ള കേൾക്കാം. ഓടി വരും, ചാടി വരും, വെറും 150 രൂപ. ഇത് കേൾക്കുമ്പോ ഒരു രസമുണ്ടല്ലേ? എന്തായാലും ഇത് എപ്പൊക്കെ കിട്ടും, എന്താ കിട്ടും ഒന്നും പറയില്ല. വീഡിയോ ഇട്ട് അപ്പൊ തന്നെ എൻക്വയറി ചെയ്തിട്ട് വൈകുന്നേരത്തിനുള്ളിൽ തീർന്നാ പോകുന്നതാണ്. ഇത് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റില്ല. നമുക്ക് ഫോൺ വിളിച്ചിട്ട് നമുക്ക് ഇപ്പൊ ദൂരത്തൊക്കെയാണ് പെട്ടെന്ന് അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തിടാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ അടുത്ത മാസം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കിട്ടുന്ന ഉറപ്പില്ല. അതെ, ഇതൊക്കെ ഫ്രോക്കിന്റെ അല്ലേ? ഇതൊക്കെ നോക്കിയാൽ ഫ്രോക്കിന്റെ പല കളേഴ്സുകളായിരിക്കണം. പല സ്റ്റിച്ച് ചെയ്ത് വന്നോളൂ. അതെ, അതില് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു മോഡൽ പഫിന്റെ വരുന്നത് കേട്ടോ. ഫുൾ വർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പേര് പറഞ്ഞ ആശം വർക്കില്ല. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയാ ഇനിയുണ്ടോ ഇവിടെ കാണിക്കാൻ? ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മള് 100 രൂപയുടെ കുർത്തി കാണിച്ചില്ലേ? ഇതിന് എത്രയാണ്? വെറും 100 രൂപ. 100 രൂപ തൊട്ട് അത്യാവശ്യം വർക്കുണ്ട്. അതെ, അത്യാവശ്യം. അപ്പൊ 100 രൂപ തൊട്ട് എന്ന് വെച്ചാൽ 75 രൂപ തൊട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് കുർത്തീസ്. അതുപോലെ തന്നെ 100 രൂപയുണ്ട്, 200 രൂപയുണ്ട്, 250 ഉണ്ട്, 265 ഉണ്ട്. അങ്ങനെ പലതുണ്ട് വർക്ക്സ്. കസ്റ്റമർക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കും. അതെ, ഇത് കണ്ടോ? ഇതും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് നല്ല രസമായിട്ട്. പിന്നെ ഞാൻ ഇട്ട പോലത്തെ വർക്ക് ഇത് ഇവിടുന്നാണ് ഞാൻ എടുത്തത്. അതെ, ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് എടുക്കുമ്പോൾ 4 സെറ്റ് എടുക്കണം. മീഡിയം, ഡബിൾ എക്സൽ. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് സൈസ് ലാർജ്. അതും ഫിറ്റിങ്ങും അതിന്റെ പെർഫെക്ഷനും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വന്നു അപ്പൊ തന്നെ ഇട്ടു. അത് ലൈനിങ്ങിലേ ലൈനിങ്ങോട് കൂടിയിട്ട്. പിന്നെ ഇത് സിംഗിൾ ഒരു ടോപ്പ് മാത്രമല്ല. ഇനി ഇതിന് കൂടെ ഇവർക്ക് GM ലെഗിൻസിലോ ഒരു ഒറ്റ കേരളത്തിലെ ഡീലർ ഇവർ മാത്രമാണ്. GM ബ്രാൻഡിന്റെ അതിന്റെ ഒരു പാന്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ പാന്റ് ഏതാ? ആംഗിൾ കട്ട് ഉണ്ട്. അതുപോലെ ചുറുചുര എന്നുള്ള ആ സ്റ്റൈലുണ്ട്. അപ്പൊ പാന്റിന്റെ കളറും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് 87 കളർ ഉണ്ടെന്ന് ഇവിടെ. അപ്പൊ ഒന്നും പറയല്ലേ. ഇതിന്റെ കളേഴ്സ് നോക്കിയാൽ ഞാൻ ഇട്ടിരിക്കണേ. ഇതിന്റെ കളേഴ്സ് നോക്കിയാൽ പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അതിന് ഹാൻഡ് വർക്ക്സ് ഒക്കെ ഇങ്ങനെ ഡിഫറെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെയാ 2 പീസ്. ഇത് 2 പീസിന്റെ. അപ്പൊ സിംഗിൾ കുർത്തിയുടെ കുറെ മോഡൽസ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കാണിച്ചിട്ടുള്ളൂ. ഇനി കാണിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതല്ലേ ഇപ്പൊ ഈ 2 പീസിന്റെ ആണ്. 2 പീസിന്റെ ഒക്കെ വരുമ്പോ സ്റ്റാർട്ടിംഗ് റേറ്റ് 300 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നത്. അപ്പൊ ഇത് 200 എത്ര പറഞ്ഞ? അതിന്റെ സ്റ്റോക്ക് തീർന്നു. കളി ലാസ്റ്റ് ഇത്രയും വർക്കുള്ളതൊക്കെ
എവിടെ കിട്ടാനാണ് ഇത്രയും വില കുറവില്ല? അപ്പൊ ഒന്നും പറയാനില്ല. അപ്പൊ 300 രൂപ തൊട്ട് 2 പീസിന്റെ കളക്ഷൻ. ഇതിന്റെ ഒരു 2 പീസ് ഒന്ന് എടുത്ത് കാണിച്ചേ. നല്ല നല്ല കളർ. മോളെന്തിനാ നിക്കണേ? ഞങ്ങളുടെ ഒന്ന് എടുത്ത് കാണിച്ചെന്നേ. ഞങ്ങക്ക് കളേഴ്സും ഡിസൈൻസ് ഒക്കെ അതെ എടുക്ക്. വർക്ക് കാണിക്ക്. 2 പീസിന്റെ കളക്ഷൻ 300 രൂപ തൊട്ട് കേട്ടോ. അപ്പൊ ചിലതില് സ്ലീവ് ഉണ്ട്, സ്ലീവ്ലെസ്. സ്ലീവിൽ എല്ലാത്തിലും ഉണ്ട്. ആ പക്ഷെ ഇപ്പൊ എല്ലാവർക്കും സ്ലീവ് ഇല്ലാത്തത് വേണ്ട. സ്ലീവ് ഇല്ലാത്തത് ഇതിൽ സ്ലീവ് ഉണ്ട് കേട്ടാ. ഒരു കുഴപ്പമില്ല. ബാക്കിൽ എലാസ്റ്റിക് ആണ്. ബാക്കും ഫ്രണ്ടും എലാസ്റ്റിക്. ഇല്ല ഫ്രണ്ടും ഇങ്ങനെ ബാക്കിൽ എലാസ്റ്റിക് ആണ്. അപ്പൊ എത്ര വണ്ണുള്ളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ വള്ളിയും ഉണ്ടല്ലോ. വള്ളിയും ഉണ്ട്. പിന്നെ വലിച്ചു മുറുക്കി കെട്ടാം. അത്രേ ഉള്ളൂ. ഇതൊരു ഡിസൈനായി. പിന്നെ ഇത് കോളർ ടൈപ്പ് ആയിട്ട് വേറും നല്ല സൂപ്പർ സാധനം. ഇത് ഓഫീസ് വെയറിനും ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ബാക്കിൽ നല്ല എലാസ്റ്റിക് നല്ല വലിപ്പമുണ്ട്. അതുപോലെ നല്ല ചന്തിയുള്ളവർക്കും വരെ പറയാല്ലേ. ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ചന്തിയുള്ളവർക്ക് വരെ ഇത് കയറുന്നു. ഇതിന്റെ ഒന്നും പറയാനില്ല. അതെ സാധാരണ ഭാഷയിൽ പറയാൻ ബട്ടൺസ് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ഓപ്പൺ ആണ്. ഞങ്ങൾ ഓപ്പൺ ആണ്. റയോൺ സൂപ്പർ സാധനം. അതെ 2 പീസ് ആണ് വരുന്നത്. അതും വീനെക്കില് കോളർ വരുന്നുണ്ട്. പലതും മാറി മാറി പോകും. അങ്ങനെ വീനെക്ക് വരും. പല നെക്കുകളും. എത്രയാണ്? വെറും 300 രൂപ തൊട്ട് 2 പീസ് കളക്ഷൻ. ഇത് നോക്കിയാ നല്ല രസമുണ്ട്. ഇത് വെട്ടിക്കിന്റെ ആണ്. വെറും 300 രൂപ. അതും 2 പീസ്. വെറും 300 എന്ന് പറഞ്ഞാൽ 300 രൂപ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് കേട്ടോ ഈ പറയണത്. 300 രൂപ തൊട്ട് അവിടെ ഹിപ്പൊക്കെ നന്നായിട്ട് കേറി പോവും. അപ്പൊ 2 പീസ് കളക്ഷൻസ് 300 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതിന് ഒരുപാട് പ്രിന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ആ പ്രിന്റ് തന്നെ കണ്ടില്ല, കോളറിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ഇരിക്കുന്ന സംഭവം എന്താ? ഇത് നമുക്ക് നേരത്തെ കാണിച്ചു തോന്നുന്നു. എല്ലാം കാണിച്ചു. ഹെവി വർക്കിന്റെ ആണ്. സ്റ്റോക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 265 സ്റ്റാർട്ട് ചെയ്യണത്. പ്രൈസ് നോക്കിക്കോളൂ. ഞാൻ നോണ പറഞ്ഞതല്ല. ഇതിൽ സൂം ചെയ്ത് വലുതായിട്ട് കാണിച്ചോളൂ. സൈസ് നോക്കിക്കോളൂ. നൊണ്ണ പറയൂലേ ഇവിടെ? നൊണ്ണരെ കളിയില്ല. സത്യം പോലെ തന്നെ. അതെ പിടിച്ചോ. ഇത് ഫുള്ളതാണ് ഓപ്പൺ ആയിട്ട്. ഇനിയിപ്പോ ഈ ഒരു 200 എത്രയെന്ന് പറഞ്ഞ 295 രൂപ. 265 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ വർക്ക്. അപ്പൊ ഇതിന്റെ ഒരു കളക്ഷൻ ഒന്നും നോക്കില്ല. നടുക്കിക്കൂടെ അല്ലേ എടുക്കേണ്ടത്? എടുത്ത് എവിടെ നിന്നെങ്കിലും ചാടി എടുത്തോളൂ. പിടിച്ചോ. എ ലൈനില് ഇങ്ങനെ ഒരു പാച്ച് വർക്ക്. വർക്കുള്ള ഷോളും ഇടാം, പാന്റും ഇടാം. അതല്ല ഈ പാച്ച് വർക്ക് എന്ന് പറഞ്ഞാല് ഈ ചുറ്റില് മൊത്തം ഈ ഒരു പൈപ്പിംഗ് നല്ല ഫിനിഷിംഗ് അല്ലേ? ഞങ്ങളുടെ കുട്ടിയാണ് ഇതൊക്കെ. ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഓക്കെ. അതിന്റെ 4 കളർ ഉണ്ട്. അതാ കണ്ടോ കളറൊക്കെ നോക്കും. നെട്ടിക്കുന്ന കളറാണ്. അപ്പൊ നമുക്ക് ഏത് ഡിസൈൻ ചൂസ് ചെയ്താലും അതിൽ 4 കളർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഇഷ്ടമുള്ള ഏതൊരു കളർ മാത്രം പിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇഷ്ടമുള്ള ഏത് കളർ പിക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ ഹോൾസെയിൽ ആണ്. വീണ്ടും എടുത്ത് പറയാന് സിംഗിൾ പീസിന് ആരും ചോദിക്കേണ്ട. റേറ്റ് പറഞ്ഞത് കൊണ്ട് ആ റേറ്റ് കേട്ടിട്ട് ആരും ഓടി വരാനും നിൽക്കണ്ട. എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം. നിർബന്ധമാണ്. ആ കാര്യത്തിൽ നിർബന്ധമാണ്. ഇതിപ്പോ 4 പീസിന് അങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഓ സൂപ്പർ സാധനം. വർക്കുകളാണ് കാര്യം. ഫിനിഷിംഗ് ഒന്ന് കാണിക്കണ്ടേ? പിന്നില്ലണ്ടോ സുമിതോളൂ ഇടയ്ക്കിടയ്ക്ക് കണ്ട വർക്കിലാണ് കാര്യം. ഇതിപ്പോ ഉള്ളത്. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ ഒരു വർക്കും കൂടി കാണിക്കാം. കണ്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. നല്ല വർക്ക് ആയിട്ടുണ്ട്. അങ്ങനെ കുത്തൂല്ല കൊള്ളൂല്ല. ഒന്നുമില്ല. നമുക്ക് ഷേപ്പും ചെയ്യേണ്ട ഒന്നും കട്ടയ്ക്ക് നിൽക്കും. അതെ. പിന്നെ ചില ഡ്രസ് ഇടുമ്പോൾ നമുക്ക് ഇവിടെ മടക്കുമ്പോ ഒരു ടൈറ്റ് മുറുകല് ഒന്നുമില്ല കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ഷേപ്പില്ലേ നോക്കിക്കോളൂ. അതെനിക്ക് ഷേപ്പ് ഉള്ളതുകൊണ്ട് വല്ലാതെ ഷേപ്പ്. ഈ ഒരു വർക്കും കൂടി നോക്കണ്ടേ? ഈ ഒരു വർക്ക് കൂടുതൽ സിൽവറും ഗോൾഡും വരുന്നത്. കട്ട് വർക്കാണ് മെയിൻ ആയിട്ട്. അപ്പൊ വർക്കുകള് 2 സൈഡ് വരുന്നുണ്ട്, 1 സൈഡ് വരുന്നുണ്ട്, നടുക്കിൽ പാച്ച് വർക്ക് വരുന്നുണ്ട്. അങ്ങനെ വർക്കുകളുടെ ഡിസൈൻസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് എന്താ ചെയ്യാം? ഓൺലൈനിൽ വീഡിയോ കോൾ ചെയ്താൽ വീഡിയോ കോളും ചെയ്യാം. സാധാ കോളിൽ ചെയ്തിട്ട് എങ്ങനെയായാലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ വർക്കാണ് എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കാറില്ല. അതിന്റെ ആ ഒരു റെയിൻബോ വർക്ക്. പിന്നെ കൊറിയർ സർവീസ് ഫ്രീ ആണ്. പിന്നെ ബഡ്ജറ്റ് 5000-ന് മേളിൽ എടുത്തിരിക്കണം. 5000-ന് മേളിൽ എടുത്തിരിക്കണം. എന്നാലേ കൊറിയർ സർവീസ് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നേരിട്ട് വന്നിട്ട് നമുക്കൊരു അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല. അയക്കുന്ന മാത്രം കൊറിയർ സർവീസ് അയക്കുമ്പോൾ മാത്രം 5000 രൂപയുടെ പർച്ചേസ് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. 1500-2000 എന്നാലും കുഴപ്പമില്ല. അത് ഈ 5000 രൂപ മേലെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കൊറിയർ സർവീസിന്റെ 10 പൈസ കൊടുക്കണ്ട. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് എടുക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ അതാവുമ്പോ എന്താ കൊറിയർ സർവീസ് ഫീസ് കൊടുക്കേണ്ടി വരും. അല്ലല്ല 5000-ന് മേളിൽ മാത്രമാണെങ്കിൽ
ഞങ്ങൾ കൊറിയർ സർവീസ് കൊടുക്കാം, അവര് കൊടുക്കണ്ട, കസ്റ്റമർ കൊടുക്കണ്ട. അല്ലെങ്കിൽ അതിന്റെ ചെറിയ amount ആണെങ്കിൽ ഫ്രീ ആണ്, ഒന്നും കൊടുക്കണ്ട. അല്ല ഞാൻ ചോദിക്കണേ, ഇപ്പൊ 3000 രൂപയ്ക്ക് എടുക്കാന്ന് വിചാരിക്കും. 3000 രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊറിയർ സർവീസിന്റെ പൈസ കൊടുക്കണ്ടേ? ഇല്ല, എന്തിനാണ് അത് കൊടുക്കണം? ആൾക്ക് മനസ്സിലായില്ല. കയ്യിൽ കൊണ്ടുപോകണോണ്ടാണോ? അല്ല, കയ്യിൽ കൊണ്ടുപോകണതിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പൊ ഒരാൾ പർച്ചേസ് ചെയ്യണം, ഇപ്പൊ 5000 രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് കൊറിയർ സർവീസ് ഫ്രീ ആണ്. 10 രൂപ വേറെ എക്സ്ട്രാ കൊടുക്കണ്ട, നമ്മള് തുണിയുടെ പൈസ മാത്രം കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം നമ്മളിപ്പോ 4500 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൊടുക്കേണ്ടി വരും, നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഇപ്പൊ ക്ലിയർ ആയി? ഇടയ്ക്കൊന്നും മൈൻഡൊക്കെ പോയി. ഇനി നമുക്ക് ലെഗിൻസിന്റെ സെക്ഷനിലേക്ക് പോവാം. ലെഗിൻസിന്റെ സെക്ഷനിൽ നമ്മുടെ ഗോപികയുണ്ട്, നമ്മുടെ സ്ഥിരം ഗോപിക. ഗോപിക എത്രോട്ടം നമസ്കാരം പറയണോ? ഓക്കെ. അപ്പൊ നമ്മുടെ GM ബ്രാൻഡ്, ഇതിനെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് എന്താണ് അതിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിട്ട് ഒരു ഇത് പറഞ്ഞു കൊടുത്തത്. GM ബ്രാൻഡ് ലെഗിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 87 കളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 87 കളേഴ്സ് നമുക്ക് ഏതൊക്കെ കളറാണ് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ചാർട്ട് ഉണ്ട്, ആ ചാർട്ടാണത്. ഓക്കെ, ഈ ചാർട്ട്. അപ്പൊ ഇതിന് ഇഷ്ടമുള്ള കളർ ഇതിൽ നമുക്ക് കളർ നമ്പേഴ്സ് ഉണ്ട് എല്ലാത്തിനും. ആ കളർ നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം. ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ ഞാൻ ഒരു കളർ ചൂസ് ചെയ്തെന്ന് വിചാരിക്കും, ഈ ഒരു മറൂൺ കളർ. ഈ മറൂൺ കളറിൽ എത്ര പീസ് എടുക്കണം നമുക്ക്? ഒരു കെട്ട് നമ്മുടെ അടുത്തുണ്ട് 5 പീസാണ്. അപ്പൊ സൈസസ് എങ്ങനെയാ വരിക അതില്? ഇത് ഈ ഒരു കെട്ട് എന്ന് പറയുന്നത് XL മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ തന്നെ എടുക്കാം. അതെ. അപ്പൊ നമുക്ക് ഇത് ഒരു കെട്ട് എടുക്കേണ്ടി വരും. അതല്ല, നിങ്ങൾ ബൾക്ക് പർച്ചേസിംഗ് ആണെങ്കിൽ നമ്മൾ 2 പീസ് തുടങ്ങി കൊടുക്കും ഇതിന്. ഓക്കെ. അപ്പൊ GM ബ്രാൻഡിന്റെ ഡീലർഷിപ്പ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേരളത്തില്? വേറെ ഒരു സ്ഥലത്തും വേറെ ഇല്ല എന്ന് വെച്ചാൽ പല ഷോപ്പിലും നമ്മൾ GMന്റെ ബ്രാൻഡിന്റെ ലെഗിൻസ് കാണുന്നുണ്ടാവും, പക്ഷെ അത് ഇവിടെ നിന്നാണ് പോകുന്നത്. അതാണ് സത്യാവസ്ഥ. അപ്പൊ ഈ കാണുന്ന ബാക്കിൽ മൊത്തം ഈ കളറുകൾ കാണുന്നത് മൊത്തം ആ ഏറ്റവും വരെ കാണുന്നത് മൊത്തം ലെഗിൻസ്, മുകളിലും സൈഡിലായിട്ട് പലതരം എന്ന് വെച്ചാൽ ലെഗിൻസിൽ തന്നെ 87 കളേഴ്സ് ആണ് ഇപ്പൊ ഇരിക്കുന്നത്. റെഡി നമുക്ക് എപ്പോ വന്ന ആ കളേഴ്സ് കസ്റ്റമർക്ക് എളുപ്പമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ലെഗിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആങ്കിൾ ലെങ്ത് ഉണ്ട്, പിന്നെ ലെങ്ത് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ചുരുക്ക് പാന്റ് അത് തന്നെയാണ് ഇത് ഫുൾ ലെങ്ത്. ഓക്കെ. അതവരെ കാണിക്കാട്ടോ. ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ അടിയിൽ കുറച്ച് തന്നെ ചുരുചുരായിട്ട് കൊടുക്കും. പിന്നെ ആങ്കിൾ ലെങ്ത് വരുന്നുണ്ട്. ഈ 2 മോഡലാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ? അതെ, ഇതാണ് ഫുൾ ലെങ്ത് ലെഗിൻസ്. അതെ, ഫുൾ ലെങ്ത്. അപ്പൊ കോട്ടൺ ആണ്, കോട്ടൺ മെറ്റീരിയൽ, കോട്ടന്റെ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ. 2 വേ ആണ്. 2 വേ. ഓക്കെ. ഇത് 4 വേ ആംഗിൾ കട്ട് 4 വേ ലൈക്ര. അതെ, 4 വേ ലൈക്ര. ഇതിലെല്ലാം 87 ഒറ്റ ചാർട്ട്. അപ്പൊ കോട്ടണിൽ വരുമ്പോ ഇങ്ങനെയായിരിക്കും എലാസ്റ്റിക് ഇങ്ങനെയായിരിക്കും കോട്ടണിൽ വരുമ്പോ വരുന്നത്. ഇനി ലൈക്രയിൽ വരുമ്പോ ഇങ്ങനെയായിരിക്കും. രണ്ടിന്റെ ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. കോട്ടൺ വരുമ്പോ എലാസ്റ്റിക് ഇങ്ങനെയായിരിക്കും, 4 വേ ലൈക്ര വരുമ്പോ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ രണ്ടും മാറ്റമുണ്ട്. അത് ആങ്കിൾ ലെങ്ത്. പിന്നെ GM എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡ് തന്നെയാണ്, അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല അല്ലെ? അപ്പൊ അതില് കളേഴ്സ് എന്ന് പറയുമ്പോ ഇല്ലാത്ത എല്ലാം കളർ കിട്ടും. സാധാരണ നോർമല് നമ്മള് മെറൂൺ, വൈറ്റ്, ബ്ലാക്ക്, ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട് മെറൂണിൽ തന്നെ. അല്ല, നോർമൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കളർ അതൊക്കെ തന്നെയല്ലേ, പക്ഷെ അതല്ലാത്ത ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇപ്പൊ ന്യൂ കളേഴ്സ് അറൈവ്ഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ കളറൊക്കെ പുതിയ കളറാണ്. ഇത് പുതിയത്, ഇതൊക്കെ ലാവൻഡർ ഒക്കെ പുതിയ കളറാണ്. ലാവൻഡർ ഷെയ്ഡ് കേട്ടോ. അതെ, ഇതൊക്കെ പുതിയത് വന്നിട്ടുള്ള കളേഴ്സ്. ലാവൻഡർ ഷെയ്ഡ് ഒക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മെറൂണിൽ നോക്കുകയാണെങ്കിൽ മെറൂണിൽ 2-3 വെറൈറ്റി ഉണ്ട്. അതെ, ഇത്തിരി റെഡിഷ് മെറൂൺ ഉണ്ട്, ഇത്തിരി ലൈറ്റ് ഡാർക്ക്, അങ്ങനത്തെ കളേഴ്സ് ഉണ്ട്. മെറൂൺ ഉണ്ട്. ഇതൊരു കോഫി മെറൂൺ. ഇത് കോഫി മെറൂൺ. അങ്ങനെ മെറൂണിന്റെ കളികൾ തന്നെ ഒരു 5-6 ടൈപ്പ് വരുന്നുണ്ട്. വൈൻ ഷെയ്ഡ് ഇതൊക്കെ പുതിയത് വന്നതാ ഇപ്പൊ. ഓണിയൻ ഷെയ്ഡ് ഒക്കെ. ഗ്രേറ്റ്. ഇതെന്താ? ഇത് അതിന്റെ തന്നെ അല്ല, ഇത് നമുക്ക് ഉള്ളത് സിഗരറ്റ് പാൻ, സിഗർ പാന്റ് എന്നും പറയും, സിഗരറ്റ് പാന്റ് എന്നും പറയും, സിഗാർ പാന്റ്, സിഗരറ്റ് പാന്റ് അങ്ങനെയൊക്കെ പറയുന്നല്ലേ. ഇതില് 24 കളേഴ്സ് നമുക്കിപ്പോ അവൈലബിൾ ആണ്. അതിന്റെ ചാർട്ടാണ് നമ്മൾ. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കളേഴ്സ് ഇച്ചിരി കുറവായിരുന്നു. ഈ പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്. ഇതിൽ എത്ര കളേഴ്സ് ഉണ്ട്? 24 കളേഴ്സ്. ഇതില് 24 കളേഴ്സ്. അതിന്റെ ചാർട്ടാണത്. അതിനും ഉണ്ട് നമ്പർ. നമുക്ക് ഇത് കണ്ടില്ലേ? അതെ, ഇതിലുണ്ട് നമ്പറും. കസ്റ്റമർക്ക് അവർക്ക് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടെന്നല്ലേ? അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് പുതിയതായിട്ട് വന്നേക്കുന്നത് വേറൊരു പാന്റും കൂടി ഉണ്ട്. ഇത് നമ്മളന്ന് കാണിച്ചതായിരുന്നു, പക്ഷെ അതിലും കളേഴ്സ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ കസ്റ്റമർ വന്നിട്ട് ഏകദേശം 1 കൊല്ലമായി തോന്നുന്നു. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കളറില്ലേ ഈ കളറില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ കളർ കാണൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയ കളേഴ്സ്
ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പേപ്പറിൽ കാണിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടോന്ന് നമുക്ക് നോക്കണ്ട. അതൊക്കെ എവിടെയാ? അതായിരിക്കും. അത് കാണണ്ടേ എവിടെയാന്നുള്ളത്. ഇതാണ് കോട്ടൺ പാന്റ് സെക്ഷൻ. ഇത് കോട്ടൺ പാന്റ്. ഇത് XL മുതൽ നമുക്ക് 3XL വരെ അവൈലബിൾ ആണ്. ഓ 3XL വരെ. 3XL വരെ ഉണ്ട്. അതിന്റെ സ്റ്റിച്ചിങ്ങും ഇങ്ങനെയാണ് കാര്യങ്ങൾ. ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഇങ്ങനെ വള്ളിയായിട്ടുള്ളത്. ഇതായിട്ട് രണ്ട് സൈഡ് പോക്കറ്റും ഉണ്ട്. പോക്കറ്റും കോട്ടൺ പാന്റ്. ഇപ്പൊ ലെഗിൻസ് വേണ്ടാന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇതും യൂസ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ആയിട്ട് ഇരിക്കി ഇപ്പൊ കുറച്ച് ലൂസ് വേണം അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് മൊത്തം കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, പിങ്ക്, അടിപൊളി പിങ്ക്, റെഡ്, ഇതൊക്കെ കോട്ടന്റെ പാൻസുകളാണ് കേട്ടോ. അതെ, ഇതൊക്കെ കളേഴ്സാ. ഇപ്പൊ ഇത് നോർമലി കിട്ടാത്ത കളേഴ്സുകളാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇട്ട് കാണിക്കുന്നത്. പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക്, വൈറ്റ്, റെഡ് എപ്പോഴും ഉണ്ടാവും. കോമൺ കളേഴ്സ് ആണ്. ആ ബ്ലൂ ഒന്നും ചിലപ്പോ കിട്ടാൻ ചാൻസ് ഇല്ല. ഇതാണ് ആക്ച്വൽ ലുക്ക് വരുന്നത്. പോക്കറ്റ് വരുന്നത്. പിന്നെ നമുക്ക് സിഗരറ്റ് പാന്റ് കാണാം. അത് പാന്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം. സിഗാർ പാന്റ്. അതെ, ഇതാണ് സിഗരറ്റ് പാന്റിന്റെ സെക്ഷൻ. നമുക്ക് XL മുതൽ 5XL വരെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ഇവരുടെ പ്ലസ് എന്ന് പറയുന്നത്. ഇതാണ് 5XL 6XL വരെ ഉണ്ട്. നമുക്ക് വരെ ഉണ്ട്. അതാണ് ഇവരുടെ പ്ലസ്. ഇതിന്റെ ഒരു സൈസ് ഇതാണോ? അതെ, ഇത് ലൈക്ര മെറ്റീരിയൽ അല്ലേ? ലൈക്രയിൽ കേട്ടോ. അതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരു പമ്പ് ടൈപ്പ് ആയിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു കട്ട് വരുന്നത്. നോർമലി നമ്മളെല്ലാം കടയിലൊക്കെ കാണുന്നത് തന്നെ. പക്ഷെ കണ്ടാലും നമ്മൾ എവിടുന്നാണോ അത് വരുന്നതെന്നൊന്നും മനസ്സിലാക്കി കസ്റ്റമർ വന്ന് എടുത്ത് നോക്കിയാൽ അതിന്റെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ലൈക്ര. ഇതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ സെക്ഷൻ ഇത് മൊത്തം ഉണ്ട്. ഈ ഫുൾ സെക്ഷൻ ഉണ്ട്. ഓ, അവിടെ അറ്റം വരെ ഉണ്ട്. ഇതും ഫുൾ ആ ഒരു സെക്ഷൻ. പാന്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. കാരണം നമുക്കറിയാലോ ഇതിന്റെ കളർ മാത്രം. കസ്റ്റമർ വന്നിട്ട് അവര് നോക്കിയെടുത്താലേ അവർക്ക് അറിയാൻ പറ്റും കളേഴ്സും തിക്നെസ്സും കാര്യങ്ങളും. ഒരു ഹൈ പറഞ്ഞു. എന്തായാലും ഞങ്ങളുടെ GM ടീമാണ്. ലെഗിൻസ് ഞങ്ങളാണ് 3 പേരാണ് നോക്കണത്. ഓ, പാന്റിന്റെ സെക്ഷൻ. GM ബ്രാൻഡിന്റെ കൂട്ടത്തില് നമ്മള് സിഗരറ്റ് പാന്റ് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണിച്ച കോട്ടൺ പാന്റ്. ഓക്കെ, അപ്പൊ പാന്റിന്റെ ഒരു ടീമാണ് ഈ നിൽക്കുന്നത്. അടിപൊളി. ശരി, നടക്കട്ടെ. പിന്നെ ആംഗിൾ കട്ടിന്റെ സെക്ഷൻ. ഇത് മൊത്തം ആംഗിൾ കട്ട്. ഇത് എന്തൊരു സംഭവം? ഇതെവിടെ ഇരിക്കുന്നത്? ആംഗിൾ കട്ട് തന്നെ. ആംഗിൾ കട്ട് കണ്ടോ? പിന്നെ അതിന്റെ ഡിഫറെന്റ് വെറൈറ്റി കളേഴ്സ് ലെഗിൻസിൽ തന്നെ പെടുന്നതാണ്. ലെഗിൻസിന്റെ തന്നെ ആംഗിൾ കട്ട് വരുന്നത്. ഓക്കെ. ഇതും ഒലിവ് ഗ്രീൻ ഒക്കെ കളർ കിട്ടാൻ ബുദ്ധിമുട്ടാട്ടോ. ഈ ഒരു കളേഴ്സ് ഒക്കെ അല്ലെ? ഒലിവ്. അതെ, ഈ കളറൊക്കെ ഇതൊക്കെ ഇപ്പൊ പുതിയ വന്ന കളേഴ്സാ. ഈ കളേഴ്സ് കണ്ട. ഈ കളറൊക്കെ അങ്ങനെ ഞാൻ എടുത്ത് നോക്കിക്കോ. അതന്നെ, ആ കളറൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കളേഴ്സ് ആണ്. ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന ഒരു സെക്ഷൻ ആണെന്ന് തോന്നുന്നു. അതെ, അല്ലെ? ബ്രാൻഡഡ് ആണ്. GMന്റെ തന്നെ. GMന്റെ അല്ല, GMന്റെ തന്നെ മീൻസ് GM ബ്രാൻഡഡ് ആണ്. കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത്. ഇത് 4 ലൈക്ര. ഒരെണ്ണം എടുത്ത് കാണിച്ചാലേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പാക്കിങ്ങും ഡിഫറെന്റ് ആണ് അല്ലേ? നമ്മൾ അവിടെ കണ്ട ഒരു പാക്കിംഗ് അല്ല, പാക്കിങ്ങിനും മാറ്റമുണ്ട്. ഇതാണ് സംഭവം. ഇതൊക്കെ കടയിൽ വെക്കുമ്പോഴേക്കും പെട്ടെന്ന് എത്ര രൂപ പറഞ്ഞാലും പോവും അല്ലേ? അതെ, ഇതാണ് സംഭവം. കളറാണ് മെയിൻ ആയിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഈ കളറൊക്കെ എന്ന് പറയുമ്പോ റയർ ഷെയ്ഡുകളാണ്. അതെ, ഈ കളർ ഒന്നും കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഈ കളർ കിട്ടാൻ പോണില്ല പുറത്തൊക്കെ അല്ലെ? എപ്പോഴും കിട്ടാത്ത ഒരു ഷെയ്ഡ് ചോദിച്ചു വരാണെങ്കിൽ ലാർജ് മുതൽ 3XL വരെ അവൈലബിൾ ആണ്. ആംഗിൾ കട്ട് ഇവിടെ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ പാന്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ കളേഴ്സും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ എവിടെ നോക്കാനും പാന്റ്. നമുക്ക് ഇനി അവിടെ സ്കേർട്ട് കണ്ടു, അതൊന്നും നോക്കിയാലോ? ഈ സ്കേർട്ടുകൾ മൊത്തം ഞാത്തിയിരിക്കണ കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത്. ഇതെന്തിട്ടപ്പോ? ഇത് പലാസോ. എന്നാ പലാസോ നോക്കാം. ഞാൻ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇവിടെ സ്കേർട്ടിന്റെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞത്. അപ്പൊ പലാസോ നോക്കാം. നമുക്ക് ഏത് നോക്കിയാലും ഒക്കെ അടിയിലേക്ക് ഇടാനുള്ള സംഭവങ്ങളല്ലേ. അപ്പൊ ഇത് പലാസോ വരുന്നത് ഏതൊക്കെ മോഡൽ, എങ്ങനെയാ, എന്ത് തുണിയിലാ വരുന്നത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. തുണിയുടെ കാര്യം എനിക്കറിയാൻ പാടില്ല, ഒക്കെ പാന്റ് അടിയിലിടാനുള്ളതാണ്. പക്ഷെ പലാസോയില് എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് 55 മുതൽ. അപ്പൊ ആൾക്കാർ വരുമ്പോ ഇത് കാണാൻ കണ്ട ഇത് വാട്ടിക്കൻ സിൽക്ക് കേട്ടോ മെറ്റീരിയൽ പാന്റ് പലാസോര്. ഇതാ, ഇനി അടുത്ത നോക്കട്ടെ. വെറുതെ അല്ല തുണിയുടെ എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഒക്കെ പല ടൈപ്പാണ് തുണികൾ വരുന്നത്. ഇതൊരു ബനിയൻ സ്റ്റഫിൽ വരുന്നതാണ് പലാസോ. അതുപോലെ ഇതൊരു റിങ്കിൾ ടൈപ്പിൽ വരുന്നത് കണ്ട. അപ്പൊ പലാസോര് കുറെ മോഡൽസ് ഉണ്ടല്ലേ?
ഇത് നോക്കിയേ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടന്ന് നടക്കാല്ലേ. പിന്നെ എന്താ അടിപൊളിയായിട്ട് നടക്കാം. ഓ ഇത് നോക്കിയേ, ഫ്ലീറ്റ് ഒക്കെ ആയിട്ടുള്ളത്. ഇട്ടാ പാവട പോലെ, പക്ഷെ ഇത് പലാസോ ആണ് കേട്ടോ വരുന്നത്. ഇച്ചിരി ലൂസ് ആണല്ലോ. ഇതിപ്പോ എങ്ങനെയാ സൈസ് വരാം നമുക്ക് എടുക്കുമ്പോ? ഇത് നമുക്ക് ഫ്രീ സൈസ് ആയിട്ടാ വരുന്നത്. ഇതിന് സൈസ് ഇല്ല. അങ്ങനെയാണ് സൈസ് ഉള്ളത്. ആകെ നമുക്കുള്ളത് ചിക്കൻ കറി പലാസോക്കാ. ഓക്കെ, ഇതിനപ്പോ ഫ്രീ സൈസ് വരുന്നത്. അപ്പൊ ഇതില് കൊള്ളാവുന്ന വിധത്തില് വണ്ണം കുറച്ചിട്ട് വന്നോളൂ. അതെ അല്ലേ? ഇല്ല, അത്യാവശ്യം ഒരു വണ്ണമുള്ള ആൾക്കൊക്കെ കേറും. എനിക്കൊക്കെ കേറൂല. കേറും. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പോന്നോ. അപ്പൊ ഇതും നോക്കിയാ, ഇതൊക്കെ നല്ല ടൈപ്പ് തുണി കേട്ടോ. ഒരു റിങ്കിൾ, നല്ല സോഫ്റ്റ് റിങ്കിൾ ഒക്കെ ഇല്ലേ, അത് സൈസസ് ഫ്രീ സൈസ് വരുന്നത്. ഫ്രീ സൈസസ് ഫ്ലീറ്റ് ഉള്ളത് ഏത് മോഡൽ വേണമെന്ന് ആ മോഡലൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇപ്പൊ നിലവിലുള്ളത് ഇതിപ്പോ നമുക്ക് പിന്നീട് വന്ന ഈ സെയിം സാധനം കിട്ടുമോ? ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. ആ സ്റ്റോക്ക് അപ്പൊ തന്നെ പോവും, ബൾക്കായിട്ട് പോവും ചിലപ്പോ. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ വേറെ വേറെ പ്രിന്റുകളായിട്ട് വേറെ ആയിരിക്കും വരുന്നത്. ഇത് നോക്കിയേ, ലെഗിൻസ്, ജഗിൻസ്, പലാസോ അങ്ങനത്തെ സംഭവങ്ങളും എല്ലാതും ഉണ്ട്. പിന്നെ ചിക്കൻ കറി എന്ന് പറയുന്നത് അതെവിടെയാ? ചിക്കൻ കറി ഇപ്പൊ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോഴേക്കും നമുക്ക് അടുത്തത് നോക്കാം. മതി. പാക്കിംഗ് അടിപൊളിയാണ്. അതെ, ചിക്കൻ കറി പറയുമ്പോഴേക്കും എത്തി. ഇതിലാണെങ്കിൽ സൈസ് ഉണ്ട് നമുക്ക്, XL, 2XL, 3XL. അങ്ങനെ 3XL വരെ സൈസസ് ഉണ്ട്. അപ്പൊ ഈ 3 പീസ് അങ്ങനെ തന്നെ എടുക്കണം. 3 പീസല്ല, നമുക്ക് മിനിമം ഒരു ആവറേജ് എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിന് നമ്മൾ എടുത്തു കൊടുക്കും. അങ്ങനെ അത് എത്ര എമൗണ്ട് എന്താന്ന് അത് സീക്രട്ട് അവരുടെ വന്ന് നമുക്ക് സംസാരിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഒരു പീസായിട്ട് കൊടുക്കൂല. അപ്പൊ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് നേരിട്ട് അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ബാക്കി ഇത് ഹോൾസെയിലാണ്, കച്ചവടക്കാർക്ക് മാത്രമുള്ളൂ. ഇതും ഒരു പാന്റ് തന്നെയാണ്. ഒക്കെ ഡിഫറെന്റ് പലാസോസ്, ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽസ്. നമുക്കുള്ളത് സ്കേർട്സ്. സ്കേർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാ? ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. ലോങ്, ഷോർട്ട് അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് ഫുൾ ലെങ്ത് പോലത്തെ ഉണ്ടാവും. ഫുൾ ലെങ്ത് പോലത്തെ അല്ല, ഫുൾ ലെങ്ത് തന്നെ. ഫുൾ ലെങ്ത് തന്നെ. പണ്ട് ഈ തുണി ഉണക്കുമ്പോ ബെഡ്ഷീറ്റ് ഇങ്ങനെ അല്ലേ? ഇത് ഫുൾ ലെങ്ത്. ഇത് ഫുൾ ലെങ്ത് വരുന്നത്. അപ്പൊ ഈ ഇത് ഏതൊക്കെ മെറ്റീരിയൽ നമുക്ക് ഏകദേശം വരുന്നത്? ഇത് ഗുജറി പാറ്റേൺ. ഗുജറി പാറ്റേൺ അല്ല, മെറ്റീരിയൽ കോട്ടൺ അല്ല, കോട്ടൺ ആണ്. കോട്ടൺ മിൽക്ക്. ഇത് ബാന്തിനിയുടെ ഒരു പ്രിന്റ് ഇല്ല, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഷോർട്ട് വരുന്നുണ്ട്. ഇതിനകത്തും ഷോർട്ട് ഇതുപോലെ വരുന്നുണ്ട്. ഇതുപോലത്തെ ഷോർട്ട് ഇതിനകത്തും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഷോർട്ട് ലോങ് ആയിട്ടുള്ള, ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഇതൊന്ന് കാണിച്ചു തരാം. എന്താ ഷോർട്ട് ലോങ് ആയിട്ടുള്ള കോട്ടന്റെ ഉണ്ട്. പിന്നെ ഈ റാപ്പർ ടൈപ്പ് ആയിട്ടുള്ളത് വരുന്നുണ്ടാ? ഇത് റാപ്പ് ചെയ്യുന്നതാ അല്ലെങ്കിൽ റാപ്പ് റൗണ്ട് ഉണ്ട് അല്ലേ? അതെ, റാപ്പ് റൗണ്ട്. റാപ്പ് റൗണ്ട് ഇപ്പൊ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇത് കാണാം. ഇതിന്റെ പാക്കിങ് ഇങ്ങനെയാ വരുന്നത്, ടോപ്സ്. അപ്പോൾ ഒക്കെ 4 ഡിഫറെന്റ് പ്രിന്റാ വരുന്നത്, 4 അല്ലെങ്കിൽ 5 ഡിഫറെന്റ് പ്രിന്റാ വരുന്നത് കേട്ടോ. കേട്ടോ, അപ്പൊ ഒരു പാക്കറ്റ് എടുക്കുമ്പോ വലിയ ബുദ്ധിമുട്ടില്ല. എലാസ്റ്റിക് അല്ല, ഇത് ഇപ്പൊ ഒരു ഫുൾ പാക്കറ്റ് എടുക്കുമ്പോ വലിയ ബുദ്ധിമുട്ടില്ല. ഡിഫറെന്റ് ആയിട്ടാ വരുന്നത്. ഇതാണ് റാപ്പ്. ഇതാ കോട്ടൺ ആട്ടോ, കോട്ടൺ. അതും പല പ്രിന്റ്സിൽ വരുന്നത്. അതും ലോങ് ഉണ്ട്, ഷോർട്ടും ഉണ്ട്. പ്രിന്റ് നോക്കിയേ, പ്രിന്റിലാണ് കാര്യം അല്ലേ? നല്ല രസമായിട്ടുണ്ട്. ഇത് നമ്മുടെ റാപ്പ് റൗണ്ട് സാധാ കെട്ടണത്. അതും ലോങ്ങും ഉണ്ട്, ഷോർട്ടും ഉണ്ട്. കെട്ടിക്കോ, ആര് വേണമെങ്കിലും കെട്ടിക്കോ. കെട്ടാൻ ഫ്രീ ഓഫറാണ്. ഇപ്പൊ കള്ളിമുട്ട് കൊടുക്കണ പോലെ. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു മാത്രം കേട്ടോ. ഇതൊക്കെ പണ്ടേ തൊട്ട് ട്രെൻഡിലുള്ള സംഭവമാണ് ഈ ഒരു റാപ്പ്. പക്ഷെ ഇതിന് ഇപ്പോഴും മൂവിങ് ഉണ്ട് നമുക്ക് ഇതില്. അത് ഞാൻ പറയാം, ഇത് ആൾക്കാർ ഇപ്പോഴും ചോദിച്ചു വരുന്നുണ്ട്. ഒരു പിന്നെ നമുക്ക് നൈറ്റി സെക്ഷൻ. നൈറ്റിയുടെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരുന്നത്? 125. ഓൺലി 125 നൈറ്റീസ്. നൈറ്റീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരം നൈറ്റീസ് ഉണ്ട് നമുക്ക്? വേണം നമ്മളോട് ചോദിക്കണേ. ഇനി നമ്മള് പറഞ്ഞു കൊടുക്കാം, മാനസികട്ട് വേണം, ചുടിദാർ കട്ട് വേണം. ഇത് ചുടിദാർ കട്ട്, ഫ്രോക്ക് നൈറ്റി വരുന്നുണ്ട്, ചുടിദാർ കട്ട് വേണ്ട, ഫുള്ളുണ്ട്. പിന്നെ മാനസി. ഇതിലേക്ക് ഒരു നോട്ടം എന്റെ കുറെ നേരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ അല്ലേ? സത്യല്ലേ? ഞാൻ വന്നപ്പോ തൊട്ട് നോട്ടം വെച്ചതാണ്. നല്ല രസമുണ്ട് അല്ലെ? എവിടെ ഇട്ടാലും നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ ഡെഫിനറ്റ്ലി മേടിച്ചു അല്ലേ? ഫീഡിങ് നൈറ്റി അതും ഉണ്ടല്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാ നമ്മള് ഫീഡിങ് ഫ്രോക്ക് നൈറ്റി. ഫീഡിങ് ഫ്രോക്ക് നൈറ്റി. ഫ്രോക്ക് നൈറ്റി ആവുമ്പോ നമുക്ക് റേറ്റ് സ്റ്റൈലോ മോഡൽ അല്ല, ഫ്രോക്ക് നൈറ്റി ആകുമ്പോ പിന്നെയും റേറ്റ് മാറില്ലേ? ഫ്രോക്ക് നൈറ്റിലും റേറ്റ് ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. 195 രൂപ തൊട്ടിട്ടോ നമുക്ക് ഫ്രോക്ക് നൈറ്റി വേണം. 195 രൂപയ്ക്ക് ഫ്രോക്ക് നൈറ്റി. ഇത് മെറ്റർണിറ്റിയും കൂടിയാണ്. ഇത് സ്റ്റൈലോ മോഡൽ. സ്റ്റൈലോ മോഡൽ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കാം. അതാണ്
വീട്ടില് പണിയൊന്നും എടുക്കാണ്ട് മടി പിടിച്ചിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിട്ട് സ്റ്റൈലായിട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള നൈറ്റികള്. ഇതാണ് സിമ്രാൻ 125. ഓ നല്ല സംഭവം അത്. ഇതാ ഇത് അതും മിക്കതും എനിക്ക് തോന്നണ ഒക്കെ കോട്ടൺ ആണ് എല്ലാം കോട്ടണാ അല്ലേ? ഇത് തൊടുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ അതെടുത്ത് ചോദിച്ചാ മിക്കതും എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കോട്ടൺ ആണ് ഇരിക്കുന്നത്. കോട്ടൺ വിട്ടിട്ടുള്ള കളിയില്ല. പിന്നെ ഇത് പഫ് അജ്രക്കിന്റെ മെറ്റീരിയൽ ഫ്രോക്ക്, അജ്രക്കിന്റെ ഫ്രോക്ക്. കഴിഞ്ഞ പ്രാവശ്യം പഫ് അതെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തത് ഇവരുടെ നൈറ്റി ഫ്രോക്ക് നൈറ്റി ഇട്ടിട്ടാണ് വീഡിയോ ചെയ്തത്. അത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായി. ആ ഡ്രസ്സിന് എൻക്വയറി കൂടിയില്ലേ ആ ഫ്രോക്ക് നൈറ്റി? എല്ലാരും ചോദിച്ചോണ്ടല്ലോ തയ്ച്ചത് ഒത്തിരി കൊണ്ടുവന്ന് ഇവർക്ക് ഇങ്ങനെ ഓൺ പ്രൊഡക്ഷൻ ആയത് മാത്രല്ല ഗോഡൌണിലും വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് സ്ഥലം തികയാത്തോണ്ട് ഇപ്പൊ ഗോഡൌൺ വേറെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് കുർത്തീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രോക്ക് നൈറ്റി വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. ഈ പ്രാവശ്യം ഇവർക്ക് കുർത്തി സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ കുർത്തി വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇതും നല്ല റീസണബിൾ റേറ്റിന് കേട്ടു കേട്ടോ. ഇത് സിംഗിൾ കുർത്തിയാണ്, അതുപോലെ പാന്റ് വേറെ ആണ്. രണ്ടും രണ്ടാണ്. രണ്ടിനും ഇവിടെ നല്ല ഡിമാൻഡാണ്. ഒരു സ്ഥലത്ത് തന്നെ വന്നാൽ പാന്റും കിട്ടും ടോപ്സും കിട്ടും. എന്നാ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞ ഇത് നമ്മുടെ TD റോഡിൽ ഗോപാലപ്രഭു ജംഗ്ഷന്റെ അടുത്ത് എറണാകുളത്ത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഫാബ്രിക്സും കൂടി കാണാം. ഇവർക്ക് ഫാബ്രിക് ചെറിയ രീതിയിൽ വെച്ചിട്ടുണ്ട്. അത് താഴത്തെ ഫ്ലോറിലാണ്. അത് പോവാ. ഓ കാണാലോ. ഈ മൊത്തം കെട്ടുകള് ഇതിന്റെ ആണോ? അപ്പൊ ഫൈബ്രിക്സിന്റെ ആണോ? തുണിയൊക്കെ വന്ന് കിടക്കണതാ. ഇനി പൊട്ടിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കുട്ടികൾ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ലൈനിങ്ങിന്റെ ഒരു തുണിയുടെ സെക്ഷൻ മാത്രമാണ്. ലൈനിങ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് ഫുൾ കളർഫുൾ ആയിട്ടുള്ള ലൈനിങ്സ് എത്ര കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്? മെയിൻ ആയിട്ട് ഏകദേശം 300ഓളം കളർ ഉണ്ട്. 300ഓളം കളർ ഉണ്ട് കേട്ടോ. അപ്പൊ ക്രേപ്പും അതുപോലെ കോട്ടനും ഇത് രണ്ടും മെറ്റീരിയൽ ആണ് മെയിൻ ആയിട്ട് ഈ ഒരു താഴത്തെ ഫ്ലോറിൽ. ഇതെന്താ ചാട്ട് പിടിച്ചിരിക്കുന്നത്? അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കാം. അപ്പൊ 300 കളേഴ്സ് ഫൈബ്രിക്സിൽ തന്നെ വരുന്നുണ്ട്. ലൈനിങ് ഏത് കളർ വേണമെന്ന് സെലക്ട് ചെയ്യാം. നമ്മുടെ ലെഗിൻസ് പോലെ തന്നെ. ഓ അങ്ങനെ. അപ്പൊ ക്രേപ്പും അതുപോലെ തന്നെ കോട്ടൺ ഈ രണ്ട് മെറ്റീരിയൽ ആണ്. കോട്ടന്റെ ഉണ്ട്, ക്രേപ്പ് കോട്ടന്റെ ഉണ്ട് ലൈനിങ്, പിന്നെ ക്രേപ്പ് ഉണ്ട്. അതും റണ്ണിങ് മെറ്റീരിയലും ഉണ്ട്. അതിന്റെ മെയിൻ ആൾക്കാർ ഇവരാണ് മാനേജ് ചെയ്യണത്. ഇവരാണ് മാനേജ്. അതാണ് അവിടുന്ന് പറയണേ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറയാനായിട്ട്. മാനേജ് ചെയ്യുന്ന ആൾക്കാർ ഇവരാണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഫൈബ്രിക്സും ഇവിടെ അവൈലബിൾ ആണ്. കുർത്തീസും ലെഗിൻസും ഇതൊക്കെ മാത്രമല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മുകളിലേക്ക് പോയാലോ? അപ്പൊ നമ്മുടെ ചേച്ചീനെ കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ട്. അയ്യോ മടക്കിക്കൊണ്ടിരിക്കുകയാണോ? നമ്മള് തിരക്കിലാണ്. വെറുതെ വേറെ ഒന്നല്ല, നമ്മളിങ്ങനെ മൊത്തം വലിച്ചു വാരിയിട്ടത് ഇരുന്ന് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീഡിയോയില് ഭയങ്കര വീഡിയോയില് ഭയങ്കര ചാടി ഇപ്പം ഇരുന്നൊരു സൈഡിൽ ഇരുന്ന് മടക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കാണണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുർത്തീസിന്റെ പുതിയൊരു സെക്ഷൻ. ഇപ്പൊ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോ 2 മാസം. 2 മാസമായി തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് കുർത്തീസിന്റെ ബിസിനസ്? നല്ല മൂവിങ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം. നമ്മുടെ ടീം ഫുൾ ആയിട്ടില്ല. ആക്ച്വലി കുറച്ചുപേരായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുറച്ചുപേര് ലീവിലാണ്. അതൊക്കെ ക്രിസ്മസിന്റെ ക്ഷീണം, ഇനി ന്യൂ ഇയറിന്റെ ക്ഷീണം, ക്രിസ്മസിന്റെ ക്ഷീണം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു നേരം. ഓക്കെ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട്. ലൊക്കേഷൻ നമ്മുടെ എറണാകുളത്ത് TD റോഡില് ഗോപാലപ്രഭു ജംഗ്ഷന്റെ അടുത്തായിട്ട് വരും. എന്താ കടയുടെ പേര്? കടയുടെ പേര് പാലക് ഡിസൈനേഴ്സ്. അപ്പൊ ഇത് ആക്ച്വലി MG റോഡ് വഴിക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് വരാനായിട്ട്. ഇനി മേനക വഴിക്കാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് ആ വഴിയും വരാം. അവിടുന്ന് കുറച്ച് ദൂരമാണ്. പക്ഷെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ്. ഇവിടെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ്, അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും നമ്മൾ TD റോഡിൽ എത്തിയാൽ മതി. ഗോപാലപ്രഭു ജംഗ്ഷനിൽ എത്തിയാൽ. ഇവിടെ ഒരു കോളേജ് കൂടി ഉണ്ട് അല്ല? സെന്റ് തെരേസ് കോളേജ് കുറച്ച് അകലെയാണ്. എങ്കിലും അവിടെ അടുത്തായിട്ട് വരും. നടന്നു വരാനുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ 2 ഫ്ലോർ ആയിട്ടാണ് ഈ ഒരു ഫുൾ കളക്ഷൻസ് എപ്പോഴും കാണിച്ചിട്ടില്ല. വീണ്ടും പറയാണ്. അതുപോലെ തന്നെ ഇപ്പൊ വീഡിയോയിൽ കാണിച്ച റേറ്റ് അത് ഫ്രീക്വൻസി അല്ല, എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. മെറ്റീരിയൽസ് ചേഞ്ച് ആവും. അതിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ മാത്രം മാറൂല. ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ. അപ്പൊ ഇതാണ് എറണാകുളം പാലക് ഡിസൈനേഴ്സ്. ഓക്കെ. അപ്പൊ ഹോൾസെയിൽ ആണ് കേട്ടോ, അത് മറക്കണ്ട. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.